ഞങ്ങൾ രണ്ടുപേരും ഞാനും വിക്ടറും ലോസ് ഏഞ്ചലസിൽ ഇപ്പം ഫെനിക്സ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലെത്തി. ഈ സിറ്റിയെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ മിഡിൽ ഈസ്റ്റ്, ദുബായ്, സൗദി പോലെ നല്ല ചൂടുള്ള ഒരു സിറ്റിയാണ്. ഒരു ഹോട്ടലിന്റെ ലോകം വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ വിക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. വിക്ടർ അമേരിക്കൻ ആർമിയിലായിരുന്നു ഏകദേശം 4 വർഷം. അതിനുശേഷം അദ്ദേഹം മെഡിക്കലി ഡൗൺ ആയിട്ട് ലോസ് ഏഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു 2 വർഷം. ഇപ്പൊ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്, നല്ല പെൻഷനുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സോ ഇവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പൊ അമേരിക്കൻ രാഷ്ട്രീയത്തെ പറ്റി അദ്ദേഹത്തിന് നല്ല പിടിപാടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഗ്രാൻഡ് കാനിയിലേക്ക് പോകുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെച്ചാണ് നിർത്തിയേക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് വിക്ടറോട് ചോദിക്കാം. വിക്ടറിന്റെ അറിവ് പറയാൻ 2 മാസ്റ്റേഴ്സ് ഉള്ള ഒരാളാണ്. ലോസ് ഏഞ്ചൽസ് ഹോളിവുഡിൽ നിന്ന് അഭിനയത്തിനുണ്ട്, ഫിലോസഫിയിൽ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് കിട്ടിയ ആളാണ് നമ്മുടെ ഈ വിക്ടർ. നമസ്കാരം. നമസ്കാരം. വിക്ടറിന്റെ ഒരു ധാരണ അനുസരിച്ച് ആരായിരിക്കും അമേരിക്കൻ ഇലക്ഷന് ജയിക്കാനുള്ള സാധ്യത? ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാല്, ബൈഡൻ പിൻവാങ്ങുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ട്രംപിന് വ്യക്തമായിട്ടുള്ള ഒരു വിജയം ഉറപ്പായിരുന്നു, സുനിശ്ചിതമായിരുന്നു. പക്ഷെ ബൈഡൻ മാറിയ നിമിഷം മുതല് ഞാൻ വരെ അത്ഭുതപ്പെട്ട ഒരു ഇത് എന്ന് പറഞ്ഞത്, കമല ഹാരിസ് ട്രംപിന് മുകളിൽ എല്ലാ സർവേ ഫലങ്ങളിലും മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം. അപ്പൊ അതിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വരുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാല്, രാഷ്ട്രീയമായിട്ടുള്ള ഘടകങ്ങൾക്ക് അതീതമായിട്ട് പ്രായം അമേരിക്കൻ ജനത ഒരു ഘടകമായിട്ട് എടുത്തിരിക്കുകയാണോ? കാരണം ട്രംപ് ഇപ്പൊ ഒരു വൃദ്ധനായി, 78-80 വയസ്സിന് അടുത്തെത്തി നിൽക്കുന്നു. പക്ഷെ അദ്ദേഹം പ്രായത്തിൽ കൂടുതലാണെങ്കിലും ചെറിയൂർക്കിലും വളരെ ആരോഗ്യവാനാണ്. എന്നാൽ കമല ഹാരിസ് 59 വയസ്സുകാരി. ആ ഒരു 59 വയസ്സിനെ അമേരിക്ക, കമല എന്ന വ്യക്തിനെ ആയിരിക്കും, ചിലപ്പോ പ്രായത്തിന്റെ ആയിരിക്കാം ഈ ഒരു വിജയ സാധ്യത. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്കയുടെ ചരിത്രത്തിൽ വനിത ഇവിടുത്തെ പ്രസിഡന്റ് ആയിട്ടില്ല. അപ്പൊ ഇതിനു മുമ്പ് പലരും അങ്ങ് അടുത്ത് വരെ എത്തിയിരിക്കുന്നത് ഹിലറി ക്ലിന്റൺ ആണ്. ഹിലറി ക്ലിന്റൺ പക്ഷെ ഇപ്പൊ അഥവാ കമല ഹാരിസ് ജയിക്കുകയാണെങ്കിൽ കമലയായിരിക്കും ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. തന്നെയല്ല, അവളൊരു കറുത്ത വംശജിയും സൗത്ത് ഏഷ്യൻ, അതായത് ഇന്ത്യൻ വംശജിയും മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ്. കരീബിയൻ ദ്വീപുകളിൽ നിന്നാണ് അവരുടെ ഹാരിസ് എന്ന ഫാദറിന്റെ ലാസ്റ്റ് ടൈം വരുന്നത്. ഒരു തമിഴ്നാട് സ്വദേശിയായ ഒരു സ്ത്രീയാണ് അമ്മ കമല ഹാരിസിന്റെ. അപ്പൊ അവരെപ്പോഴും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യക്കാരി എന്നുള്ളൊരു, കാരണം അമേരിക്കൻ സമൂഹത്തിൽ ഇന്ത്യക്കാർക്കുള്ള ഒരു ബഹുമാനവും വിലയും വിദ്യാഭ്യാസവും ഇന്ത്യക്കാരി എന്നുള്ള രീതിയിലാണ് കമലയ്ക്ക്, അങ്ങനെയാണ് കമലയ്ക്ക് അറിയപ്പെടാനുള്ള. ഇന്ത്യക്കാര് കമലയ്ക്ക് വോട്ട് ചെയ്യും. ഇവിടെയാണ് ഇന്ത്യൻ ഒറിജിന്റെ കമലയ്ക്കുള്ള സപ്പോർട്ട് നോക്കുമ്പോ ഇപ്പൊ ഇന്ത്യക്കാര് ട്രംപിനെ ഇത് ചെയ്യുന്നത്. അതിൽ പിന്നെ വേറെ ഘടകങ്ങളുള്ളത് നമ്മുടെ ദക്ഷിണ വടക്ക് വ്യത്യാസം അതിലൊരു ഒരു വലിയ ഘടകമാണ്. ഞാൻ ഇപ്പൊ ഡൊണാൾഡ് ട്രംപിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പറയുന്ന ചെറിയ വട്ടും പരിപാടിയൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ഇവിടെയുള്ള അമേരിക്കൻസ് ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പിറകിലുള്ള കാര്യം, അതിലെ രാഷ്ട്രീയ വിഷയങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്നാമത് ബിസിനസ്. അമേരിക്ക ഈസ് ഫുള്ളി അബൌട്ട് എക്കോണമിനെ പറ്റിയാണ്. വാൾ സ്ട്രീറ്റിൽ എന്ത് സംഭവിക്കുന്നു, അവരുടെ ജീവിതങ്ങൾ അതിനനുസരിച്ച്. കാരണം ഇവിടെ ഒരു 70% ജനങ്ങള് അമേരിക്കയിലെ നഗരങ്ങളിലാണ്, അർബൻ പോപ്പുലേഷനാണ്. 30% നഗരങ്ങളിൽ പുറത്ത് താമസിക്കുന്നത്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ചിറ്റപ്പെട്ട് കിടക്കുന്നത് എക്കോണമി, പിന്നെ സാമൂഹ്യ വിഷയങ്ങൾ, ഗർഭചിത്രം, അബോർഷൻ, പിന്നെ ഇമിഗ്രേഷൻ, ഇതൊക്കെയാണ് വിഷയങ്ങൾ പൊന്തി വരുന്നത്, ടോപ്പിക്കാണ്. പിന്നെ വെളുത്ത വർഗം, കറുത്ത വർഗം വ്യത്യാസങ്ങള്, അങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങൾ, അതില് വിശ്വാസത്തിന്റെ വ്യത്യാസങ്ങള് ഒക്കെ പൊന്തി വരും. ഈ ഉക്രൈൻ, റഷ്യ, അതേപോലെ ഇസ്രായേൽ, ഗാസ, ഇതൊക്കെ ഇവിടുത്തെ ഇലക്ഷൻ ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും വിദേശ കാര്യങ്ങളിലുള്ള അമേരിക്കയുടെ നയം വലിയൊരു ഘടകമാണ്. ഫസ്റ്റ് എക്കോണമി, ഡിഫൻസ്,
ഫോറിൻ അഫയേഴ്സ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്. ആന്റണി ബ്ലിങ്കൻ ആണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പൊ യുക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞാല് ഡൊണാൾഡ് ട്രംപിന് പുടിനായിട്ട് വളരെ നല്ല സൗഹൃദമുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഞാൻ വരുന്നതിന്റെ ഒരു നിമിഷത്തിനുള്ളിൽ ആ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ്. അമേരിക്കൻ ജനത യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അപ്പൊ പുടിനായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്ത് ആ ഒരു ഇത് നിർത്താനായിട്ട് ട്രംപിന് പെട്ടെന്ന് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മധ്യപൂർവേഷ്യയിൽ വരുമ്പോ ഗാസകത്തും ഹമാസ് ഇങ്ങനെയുള്ള വിഷയങ്ങള് സത്യത്തില് ഒരു നേതാവ് എന്ന നിലയില് കുറെ അധികം ആൾക്കാര് ട്രംപിനെ പേടിക്കുന്നത്, നേതാക്കന്മാര് പേടിക്കുന്ന നേതാവാണ് ട്രംപ്. ഇപ്പൊ മധ്യപൂർവേഷ്യയിലെ നേതാക്കളാണോ ഇറാനിയൻസ് ട്രംപിനെ വകവരുത്താനായിട്ട് ശ്രമിച്ചു എന്നാണ്. അതിനു മുമ്പാണ് ഈ ഇത് വന്നത്. ഇപ്പൊ ആളുടെ സുരക്ഷ ശക്തമാക്കി. പക്ഷെ അതിനു മുമ്പ് ഈ ഇലക്ഷന് മുമ്പ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ വിവരപ്രകാരം ഇറാൻ ട്രംപിനെ വകവരുത്താനായിട്ട് ഒരു പദ്ധതി ഇട്ടിരുന്നു. കാരണം അവർക്ക് അത്ര അവരുടെ ഒരു സുലൈമാൻ എന്ന് പറഞ്ഞൊരു ജനറലിനെ അവിടെ ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് മൈക്ക് പോംപിയോ ആയിരുന്നു വിദേശകാര്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അദ്ദേഹം പോയിട്ട് ഒരു അബ്രാഹമിക് അക്കോർഡ് ഉണ്ടാക്കി. സൗദി അറേബ്യ, UAE, ഇസ്രായേൽ, അമേരിക്ക എല്ലാവരും കൂടി. ജെറുസലം ആണല്ലോ ഇപ്പൊ മതങ്ങളുടെ ഒരു ഇതായിട്ട് അവിടെ ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ്. കാരണം ഇസ്ലാമും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരുമിച്ച് വരാനായിട്ടുള്ള ഒരു നയം അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ അബ്രാഹമിക് അക്കോർഡ് ഉണ്ടാക്കാൻ സാധിച്ചു. അവിടെയൊക്കെ ട്രംപിന് വിജയമുണ്ട് നേരത്തെ ഇരുന്ന സമയത്ത്. പക്ഷെ ട്രംപിനെ എതിർക്കുന്ന ഈ ക്യാപിറ്റൽ ഹില്ലിനകത്ത് വയലൻസ്, ആൾക്കാർ കയറിപ്പോകുന്നത് അത് വലിയൊരു ഇഷ്യൂ അല്ലേ ട്രംപിന് സംഭവിച്ചു. അതുകൊണ്ട് ട്രംപിന്റെ പിന്തുണ കുറഞ്ഞിട്ടില്ല. ട്രംപ് ഇത്തവണ ഇലക്ഷന് മുന്നിൽ നിൽക്കായിരുന്നു. ക്യാപിറ്റൽ ഹില്ലിൽ ഇപ്പൊ ജോർജ് ഫ്ലോയിഡിന്റെ ആ വിഷയം വന്ന സമയത്ത് അമേരിക്ക കത്തായിരുന്നു. അന്ന് ഈ പറഞ്ഞ ബൈഡനും ഒബാമയും എല്ലാവരും പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. ആ പ്രസ്താവനകൾ ഇതിലേക്ക് അമേരിക്ക മൊത്തം കത്തി. ഇതിലും വലിയ വയലൻസ് ആയിരുന്നു അന്ന് നടന്നിരുന്നത് ജോർജ് ഫ്ലോയിഡ് വിഷയത്തില്. പിന്നെ ട്രംപിന്റെ വിഷയത്തില് അന്ന് നടക്കുമ്പോ 75 മില്യൺ വോട്ടോളം ട്രംപ് പിടിച്ചു, 80 മില്യൺ വോട്ടോളം ബൈഡൻ പിടിച്ചു. വ്യത്യാസം എന്ന് പറയുന്നത് വളരെ നേരിയ മാർജിനാണ്, 5 മില്യൺ. ആ 5 മില്യൺ വരുന്നത് കോവിഡിൽ നിന്നാണ്. കോവിഡിന്റെ പ്രത്യാഘാതങ്ങളും അദ്ദേഹം അന്ന് മാസ്ക് വെക്കില്ല എന്ന് പറഞ്ഞു, അങ്ങനെ നടത്തിയ ചില പ്രസ്താവനകളൊക്കെ അതിന് നേരടി. എന്നിട്ട് പോലും ബൈഡനായിട്ട് നെക്ക് ടു നെക്ക് ഫൈറ്റ് ചെയ്തു. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ എക്കോണമി റിവൈവ് ചെയ്തോ ഇല്ലയോ? അമേരിക്കൻ എക്കോണമി അന്ന് അമേരിക്കയിലേക്ക് ഗവൺമെന്റ് പൈസ പമ്പ് ചെയ്യായിരുന്നു. ജനങ്ങൾക്ക് വെറുതെ പൈസ കൊടുക്കായിരുന്നു. വെറുതെ ഇരിക്കുന്ന നമ്മളൊക്കെ വേറെ എന്നും വരുന്ന ആ ചെക്ക് നോക്കിയിരിക്കുന്നത്. കാരണം അന്ന് കൊടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ അമേരിക്ക പൊളിഞ്ഞാനെ. അതുകൊണ്ട് കോവിഡിനെ കുറിച്ച് എനിക്ക് വളരെയധികം സംശയങ്ങളുണ്ട്. ഇത് എവിടെ നിന്നാണ് കോവിഡ് വന്നത്, ആരാണ് കൊണ്ടുവന്നത് എന്ന് ഉള്ള സംശയങ്ങൾ. അത് വേറൊരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ടോപ്പിക് പിന്നെ കാറി വെച്ചത്. തീർച്ചയായിട്ടും